കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാൻ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം. വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു,
എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രവാചകൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളാണിത്, ഈ പ്രാർത്ഥന. യോന പ്രവാചകൻ ദൈവത്തിന് അരുളപ്പാട് കിട്ടിയ ഭാഗ്യവാനായ ഒരു പ്രവാചകനായിരുന്നു. കാരണം ദൈവത്തിന് അരുളപ്പാട് കിട്ടുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. ദൈവം ഒന്ന് നേരിട്ട് സംസാരിക്കുക, ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് തരിക, ദൈവം നമ്മളോട് ഇടപെടുക, ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിന് മുമ്പിലേക്ക് വരാൻ സാധിക്കുക, അതെല്ലാം ഭാഗ്യമാണ്. യോന പ്രവാചകന് ദൈവത്തിന് അരുളപ്പാട് കിട്ടിയെന്നാണ് ഈ 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യഹോവയുടെ അരുളപ്പാട് യോന പ്രവാചകൻ ഉണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് നിനവയിലേക്ക് ചെന്ന് അവിടെ ആ ദേശത്തിന് വിരോധമായി നീ പ്രസംഗിക്കുക എന്നായിരുന്നു കർത്താവ് പറഞ്ഞത്. ദൈവം ഒരു കാര്യം നിയോഗിക്കുക, നമ്മെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുക എന്നുള്ളത് എത്ര ഭാഗ്യമാണ്. ഈ ഭൂമിയിലെ നിസ്സാരന്മാരായി നമ്മെ കൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്യിക്കുവാനും ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ക്രിസ്തു, ഈ അണ്ടകടാഹത്തിൻ്റെ മുഴുവൻ്റെയും സൃഷ്ടാവും എല്ലാറ്റിൻ്റെയും നിയന്താവുമായ ക്രിസ്തു തൻ്റെ മഹത്വമുള്ള വചനം നമ്മെ പരിമേൽപ്പിക്കുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യ പദവിയാണ്. പ്രിയപ്പെട്ടവരെ, അത് ആഗ്രഹിക്കേണ്ടതാണ്. വചനം കിട്ടാൻ, കർത്താവിൻ്റെ വേല ചെയ്യാൻ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമെന്ന് ആഗ്രഹിക്കേണ്ടതാണ്. യോന പ്രവാചകൻ ഈ മഹാഭാഗ്യം ലഭിച്ചു. പക്ഷേ പ്രവാചകൻ ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ചില്ല, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചില്ല. പ്രവാചകൻ സ്വന്തം കണക്കുകൂട്ടലിലും സ്വന്തം ചിന്താഗതിയിലും ചില കാര്യങ്ങൾ മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് പ്രവാചകൻ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് എതിർദിശയിലേക്ക് യാത്രയായി. ദൈവത്തിൻ്റെ വചനം കിട്ടിയത് ഭാഗ്യമാണ്, വചനം അനുസരിക്കേണ്ടതാകുന്നത് അതിലേറെ ഭാഗ്യമാണ്. വചനം കിട്ടും, പക്ഷേ വചനം അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വചനം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ സ്വർഗീയ സന്ദേശമാണ്. നമുക്കെല്ലാവർക്കും എന്നും എന്നോണം ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എന്തെല്ലാമാണ് കർത്താവ് ചെയ്യുന്നത്. എത്രയോ പേരുടെ ഹൃദയം തകരുന്നു, എത്രയോ പേര് മാനസാന്തരം അനുഭവിക്കുന്നു, എത്രയോ പേര് ശാന്തി അനുഭവിക്കുന്നു, സമാധാനം അനുഭവിക്കുന്നു, എത്രയോ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുന്നു, ഐക്യം ഉണ്ടാകുന്നു, സ്നേഹം ഉണ്ടാകുന്നു. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ദൈവം നമ്മുടെ മധ്യത്തിൽ ഈ വചനത്തിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാത്ഭുതങ്ങൾ. എന്നും സ്വൈരക്കേടും കലഹവും ഇഷ്ടക്കേടും മുഷിച്ചിലും കോപാക്രാന്തമായ ആക്രോശങ്ങളുമുള്ള ഭവനങ്ങൾ അതെല്ലാം മാറി ശാന്തസുന്ദരമായി തീരുന്നത് എന്തൊരു മഹാഭാഗ്യമാണ്. പിണങ്ങിപ്പോയ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുന്ന എന്തൊരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ വചന ശക്തി അത്യത്ഭുതകരമാണ്. പിണങ്ങിപ്പോയവരെ ഇണക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം, അകന്നുപോയവരെ അടുപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം, നിരാശയാണ്ടുപോയവർക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ ലോകത്തിൽ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ അമ്മ മരിച്ചു, അല്ലെങ്കിൽ അപ്പം മരിച്ചു, നിരാശയിലാണ്ടിരിക്കുന്നവർക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനമാണ് വാസ്തവത്തിൽ യോന പ്രവാചകൻ കിട്ടിയത്. യോന പ്രവാചകൻ ആ വചനം ഏറ്റുവാങ്ങി, പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല, ഏൽപ്പിച്ച കാര്യം ചെയ്തില്ല. യോന പ്രവാചകൻ വലിയൊരു അബദ്ധത്തിൽ ചാടിപ്പോയി. നേരെ എതിർ ദിശയിലേക്ക് പോയി. കിഴക്കോട്ട് നിലവിലേക്ക് പോകാൻ അദ്ദേഹം കൽപ്പിച്ചു. പടിഞ്ഞാറോട്ട് തർശീശിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. നിനവേ എന്ന് പറയുന്നത് അന്നത്തെ അസീറിയൻ സാമ്രാജ്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. അങ്ങോട്ട് പോകുവാനാണ് ദൈവത്തിൻ്റെ കൽപ്പന. നേരെ കിഴക്കോട്ട് ആഫ്രിക്കയുടെ ഈ യൂറോപ്പിൻ്റെ ഇടയ്ക്കുള്ള മധ്യകടലിൽ അവിടെ തുറമുഖത്ത് യോന ചെന്ന് നോക്കിയപ്പോൾ കിഴക്കോട്ട് പോകുന്ന കപ്പലുമുണ്ട്, പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലുമുണ്ട്. നേരെ സ്വന്തം ബുദ്ധി കൊണ്ട് പടിഞ്ഞാറോട്ട് പോകുന്ന കപ്പലിൽ കയറി ദൈവത്തിന് വിരുദ്ധമായ യാത്ര തുടങ്ങി. അനേകം ആളുകളും ഇന്നിങ്ങനെ വീണ് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യോന പ്രവാചകൻ കപ്പൽ കയറിയ മുതൽ കപ്പലിന് ശാന്തി നഷ്ടപ്പെട്ടു. കപ്പലിലെ ചരക്കുകൾക്ക് നഷ്ടം സംഭവിച്ചു. വലിയ കൊടുങ്കാറ്റാണ് ആഞ്ഞടിച്ചത്, ഭയങ്കരമായ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റിൽ കപ്പൽ ആടി ഉലഞ്ഞു. കപ്പലിലെ ചരക്കെല്ലാം പുറത്തെറിഞ്ഞു കളഞ്ഞു, സമുദ്രത്തേക്ക് എറിഞ്ഞു. എങ്ങനെയെങ്കിലും കപ്പൽ ശാന്തമായിട്ട് പോട്ടെ, യാത്രക്കാർക്ക് കേട് വരാതിരിക്കട്ടെ. പക്ഷേ കോളിലൊക്കെ മാറുന്നില്ല. കടലാകെ ഇളകുകയാണ്. വളരെ ഉയരത്തിൽ തിരമാലകൾ പൊങ്ങുകയാണ്.
കപ്പലിങ്ങനെ ആടിയാടി ഉലഞ്ഞുകൊണ്ട് മുങ്ങാൻ തുടങ്ങുകയാണ്. എല്ലാവരും കൂട്ടക്കരച്ചിലായി. പക്ഷേ ആ കരയുന്ന കൂട്ടത്തിൽ യോനാ പ്രവാചകനില്ല. അദ്ദേഹം ചെന്ന പാടെ, കപ്പൽ കയറിയ പാടെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെന്നിട്ട് അവിടെ സാമാനങ്ങളുടെ ഇടയിൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. പരിസരത്തുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തെ കാണാൻ സാധിക്കാതെ, അത് കാണണമെന്ന് ആഗ്രഹമില്ലാതെ, അതിനെക്കുറിച്ച് ചിന്തയില്ലാതെ പ്രവാചകൻ സുഖമായി ഉറങ്ങുന്നു. ദൈവം യോനാ പ്രവാചകനെ ഉണർത്താനാണ് ശ്രമിച്ചത്. യോനാ പ്രവാചകനെ യഥാസ്ഥാനപ്പെടുത്താനാണ് ദൈവം ഉദ്ദേശിച്ചത്. തെറ്റിപ്പോയ ആളെ തിരികെ കൊണ്ടുവരാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. എപ്പോഴും ഓർത്തുകൊള്ളൂ, നാം ദൈവത്തിൻ്റെ വചനം വിട്ട് പോയാലും ദൈവം നമ്മുടെ പിന്നാലെയുണ്ട്. ദൈവസ്നേഹം നമ്മുടെ പിന്നാലെയുണ്ട്. നാം ദൈവത്തിൻ്റെ വചനം വിട്ട് പോകുമ്പോഴും നമ്മുടെ പിന്നാലെ ദൈവസ്നേഹം ഇങ്ങനെ വളരെ താല്പര്യത്തോടെ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യോനാ പ്രവാചകൻ കപ്പലിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ കപ്പൽ തന്നെ വിളിച്ച് ഉണർത്തി, നീ ആരാണ്, നീ എഴുത്തുകാരനാണ്, നീ എങ്ങോട്ട് പോകുന്നെന്നെല്ലാം ചോദിച്ചു. യോനാ പ്രവാചകൻ അപ്പോൾ വലിയ അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ കടലും കരയും ഉണ്ടാക്കി യഹോവയുടെ നാമത്തിൽ യഹോവയെ ഭജിച്ചു വരുന്നു. യഹോവയ്ക്കെതിരായി ജീവിക്കുമ്പോഴും ഞാൻ യഹോവയെ ഭജിക്കുന്നതാണ് പറയുന്നത്. ഇത് നമ്മൾ അനേകം പേര് അങ്ങനെയല്ലേ? ദൈവത്തിന് വിരോധമായി ജീവിക്കുമ്പോഴും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുന്നതാണ് നാം പറയുന്നത്. കാരണം നമുക്ക് പള്ളിയുണ്ട്, നമുക്ക് ആരാധനകളുണ്ട്, നമുക്ക് നല്ല മനോഹരമായ ഗീതങ്ങളുണ്ട്, നല്ല സുന്ദരമായ പള്ളി പ്രസംഗങ്ങളുണ്ട്, പണ്ഡിതോചിതമായ നല്ല വാഗ്വിലാസമുള്ള പ്രസംഗങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ധാരണ നാം ദൈവത്തെ സേവിക്കുകയാണെന്നാണ്, ഞാൻ ദൈവഭക്തനാണെന്നാണ്. പ്രകടമായ വലിയ വേണ്ടാതനത്തിനൊന്നും പോകുന്നില്ല, മദ്യപാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വൃത്തികെട്ട ജീവിതത്തിനോ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുകയാണ്, ദൈവകൽപ്പന അനുസരിക്കുകയാണ്, ഞാൻ ദൈവരാജ്യത്തിൽ പോകുമെന്നുള്ള ചിന്തയോടുകൂടിയാണ് പലരും ഇരിക്കുന്നത്. പ്രവാചകന് ഒരു വലിയ തെറ്റുപറ്റിയായിട്ട് ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ കപ്പിത്താൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. നീ എന്തിനങ്ങനെ ചെയ്തു? പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ വചനം കിട്ടിയവനാണ്, വചനം കിട്ടി പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് തോന്നി നിലവിലേക്ക് പോകണ്ടാകുന്നു. കാരണം ഞാൻ ചെന്ന് പ്രസംഗിച്ചാൽ അവർ മാനസാന്തരപ്പെടും. ദൈവത്തിൻ്റെ വചനമല്ലേ പറയുന്നത്. 40 ദിവസം കഴിഞ്ഞാൽ നിലവെ ഉന്മൂലമാകുമെന്ന ദൈവത്തിൻ്റെ വചനം. അത് പറയാനാണ് ഞാൻ പോകുന്നത്. അതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. കർത്താവ് എന്നെ ഏൽപ്പിച്ച ആ വചനം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ജനം മാനസാന്തരപ്പെടും. അപ്പോൾ 40 ദിവസം കഴിയുമ്പോൾ നിലവെ ഉന്മൂലമാകുകയില്ല, നിലവെ നശിക്കുകയില്ല. അപ്പോൾ ഞാനൊരു മണ്ടനായി പോകും, എൻ്റെ വാക്കിന് വിലയില്ലാതായി പോകും. ഞാനൊരു ദൈവവചനം പറയുന്ന പ്രവാചകനല്ലേ, എനിക്കൊരു വിലയും നിലയൊക്കെ ഇല്ലേ? ആളുകൾ എന്നെ പരിഹസിക്കും. എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്തായി, 40 ദിവസം കഴിയുമ്പോൾ നിലവെ ഉന്മൂലമാകുമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ പോയി പ്രസംഗിക്കുന്നില്ല. അവർ മനസ്സിലാക്കപ്പെടേണ്ട, ആർക്ക് ചെയ്തും അതെൻ്റെ വിഷയമല്ലല്ലോ. ഇന്ന് ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ലോകത്തുണ്ട്. ഇങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അറിയുകയോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അനേകം പ്രവാചകന്മാരുണ്ട്. വചനം അറിയാം, വചനം പ്രസംഗിക്കുന്നുണ്ട്, കുർബാന ചൊല്ലാനറിയാം, കുർബാന കാണാനറിയാം, കുർബാന കൊള്ളാനറിയാം, അതെല്ലാം ഉണ്ട്. എന്തിനാ കുറവ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കയ്യില്ലാത്ത പൈസ കടം മേടിച്ചില്ല ഈ പെരുന്നാളിനാഴ്ച കഴിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കുമെന്നൊക്കെയാണ് പാവങ്ങളെ ആളുകൾ ചിന്തിച്ചു പോകുന്നത്. പ്രവാചകനും അങ്ങനെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവൻ, അവനും മൂഢസ്വർഗത്തിലായിപ്പോയി, അബദ്ധത്തിലായിപ്പോയി. ദൈവം എന്നിൽ പ്രസാദിക്കുന്നതാണ് പ്രവാചകൻ്റെ വിചാരം. കടലും കരയുണ്ടാക്കി യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നതാണ് പറയുന്നത്. ദൈവത്തെ ഭജിക്കുന്നതാണ് ചിന്ത. പക്ഷെ ദൈവത്തിന് വിരോധമായി യാത്ര ചെയ്യുകയാണ്. നമ്മൾ പലരും അങ്ങനെയാണ്, ദൈവത്തിന് വിരോധമായി യാത്ര ചെയ്യുന്നു. ദൈവത്തെ നാം ഒരിക്കലും അനുസരിക്കുന്നില്ല. ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? കർത്താവായ യേശു വീണ്ടും വരുമെന്നുള്ള വിശ്വാസമുണ്ടോ? കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് അശുദ്ധന്മാരെ വിശുദ്ധന്മാരാക്കി തീർക്കാനാണെന്നുള്ള വിശ്വാസമുണ്ടോ? കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് പാപികളായി നമ്മുടെ എല്ലാം പാവം മോചിക്കാനാണെന്നുള്ള വിശ്വാസമുണ്ടോ? പാവപ്പെട്ടവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. ബാക്കി എന്താ ചരിത്രത്തിലൊക്കെ ഉണ്ടായിരിക്കും, വേദത്തിലൊക്കെ ഉണ്ടായിരിക്കും, എനിക്കറിയാവുന്നതിലൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ കിടന്നുറങ്ങും. അല്ല പിന്നെ ഇതിങ്ങനെയൊരു അലസ മനോഭാവമാണ് നമ്മളുടെ പലരും ജീവിതത്തിൽ. കംപ്ലൈസൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കംപ്ലൈസൻസ്, ഒരു അലസ മനോഭാവം. നാം ഇന്ന് വാസ്തവത്തിൽ സജീവമായ ചില യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കണം. പ്രവാചകൻ ചെന്ന് കയറിയതുകൊണ്ട് മാത്രം ആ കപ്പൽ കടൽക്ഷോഭത്തിൽ അവിടെ വെള്ളത്തിനടിയിലേക്ക് താഴാൻ തുടങ്ങി. എല്ലാവരും കൂട്ടക്കരച്ചിലൂടെ പറഞ്ഞു,
അയ്യോ എന്തു വേണ്ടു ദൈവമേ, ഓരോരുത്തരും അവരവരുടെ ദേവന്മാരെ ചൊല്ലി വിളിക്കാൻ തുടങ്ങി. കപ്പിത്താൻ ഒരു വാക്ക് ചോദിച്ചു, നീ എന്തിനങ്ങനെ ചെയ്തു? അത് അവൻ്റെ ഹൃദയത്തിൽ തൊട്ടു. ഉടനെ അവൻ പറഞ്ഞു, ഈ കോളിളക്കം എല്ലാം ഞാൻ മുഖാന്തരം ഉണ്ടായത്, ഞാൻ ഒരുത്തൻ മുഖാന്തരമായി ഈ കോളിളക്കം ഉണ്ടായത്. ഇവിടെ വേറെ ആരും ഉത്തരവാദി, കപ്പലിനകത്തുള്ള ആരും ഉത്തരവാദികളില്ല, ഞാൻ അനുസരണക്കേട് കാണിച്ചു പോയി. പ്രവാചകന് കുറ്റബോധം വന്നു, തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി. ഞാൻ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തെ ഞാൻ അനുസരിച്ചില്ല, ദൈവത്തിന് അതിനനുസരിച്ചില്ല, ദൈവം പറഞ്ഞിടത്തേക്ക് ഞാൻ പോയില്ല, തെറ്റുപറ്റിപ്പോയി. യോനാ പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എനിക്കിപ്പോൾ നല്ലപോലെ മനസ്സിലായി, ഈ കോളിളക്കങ്ങളെല്ലാം ഞാൻ ഒരാൾ മൂലമാണ്, ഈ കുടുംബത്തിലെ അലോഹ്യം മുഴുവൻ ഞാനൊരാൾ മൂലമാണ്, ഈ കുടുംബത്തിലെ അസ്വസ്ഥത മുഴുവൻ ഞാനൊരാൾ മൂലമാണ്, എൻ്റെ ഭർത്താവ് വിഷാദമഗ്നായിരിക്കുന്നത് ഞാനൊരാൾ മൂലമാണ്, എൻ്റെ ഭാര്യ എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് ഞാനൊരാൾ മൂലമാണ്, എൻ്റെ മക്കൾ നാനാവിധമായി പോകുന്നത് ഞാനൊരാൾ മൂലമാണ്, എൻ്റെ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരാൾ മൂലമാണ്, വചനം കിട്ടിയ ഞാൻ ഒരാൾ മൂലം വചനമിൽ കിട്ടിയിട്ടില്ലാത്ത അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവചനം മനസ്സിലായി, ഞാൻ നിമിത്തം. 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. അവൻ അവരോട്, എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അപ്പോൾ സമുദ്രമടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ട് കളവീനപ്പോൾ സമുദ്രത്തിൻ്റെ കോപം അടങ്ങും. ഈ ഞാൻ നിമിത്തമാണ് ഈ വലിയ കോൾ തട്ടിയിരിക്കുന്നത്. വലിയ കൊടുങ്കാറ്റും പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഇവിടെ വരാൻ കാരണം ഞാനൊരാളാണ് എന്ന് പ്രവാചകൻ ഏറ്റു പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ ഞാൻ കളഞ്ഞേരെ, ഞാൻ ഒരാളല്ലേ പോവുള്ളൂ, എല്ലാവരും കൂടി മരിക്കുന്ന ഭേദമല്ലേ ഞാൻ ഒരാൾ മരിക്കുന്നത്, എന്നെ അങ്ങ് കടലിലേക്ക് ഇട്ട് കളയും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ മടിച്ചു. കാരണം ഒരു മനുഷ്യനെ കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് എഴിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ, ആളുടെ ജീവിതം തീരല്ലേ. പ്രവചനം പറഞ്ഞു, എന്നെ എടുത്ത് ഇടിഞ്ഞു കളയൂ, ഈ കപ്പൽ ഒന്ന് സമാധാനമായിട്ട് പോകട്ടെ, ഈ കടൽക്ഷോഭം ഒന്ന് നിൽക്കട്ടെ. പ്രവചനം അത് പറയാനുള്ള ധൈര്യം ഉണ്ടായി, പറയാനുള്ള മനസ്സുണ്ടായി. നല്ല കാര്യം, ഞാനാണ് ഉത്തരവാദി എന്ന് പറയാൻ, ഞാനാണ് ഈ കോളിളക്കത്തിന് കാരണക്കാരൻ എന്ന് പറയാൻ പ്രവാചകന് മനസ്സുണ്ടായി. ഭാഗ്യം. അവർ പ്രവാചകനെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടു. സമുദ്രത്തിലേക്ക് പ്രവാചകനെ ഇട്ട് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ആ വീഴുന്നത് കാത്തുകൊണ്ട് ഒരു മഹാമത്സ്യം വായ് വിളർന്ന് കടലിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. കടലിൻ്റെ അടിയിലുള്ള മഹാമത്സ്യം വായ് വിളർന്ന് നിൽക്കുന്നു. കപ്പൽ നീങ്ങുന്നതിനൊപ്പം ആ മഹാമത്സ്യം നീങ്ങിക്കൊണ്ടിരുന്നു. ഇത് പുറത്താർക്കും അറിഞ്ഞുകൂടാ, കപ്പൽക്കാർക്ക് അറിഞ്ഞുകൂടാ, പ്രവാചകൻ അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിന് മാത്രം അറിയാം. ദൈവമാണ് ആ മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നത്, ദൈവം അപ്പോയിൻ്റ് ചെയ്തതാണ്. നഷ്ടപ്പെട്ട ദൈവഭൃത്തിനെ തിരികെ കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ ഉദ്യമമാണ്, അവനെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് അവനെ തിരികെ കൊണ്ടുവരാനുള്ളതായി ദൈവത്തിൻ്റെ ദാഹമാണ്. സ്തോത്രം. പ്രവാചകൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക്, തുറമുഖത്തു നിന്ന് കപ്പലിലേക്ക്, കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് അടിത്തട്ടിലേക്ക്, അടിത്തട്ടിൽ നിന്ന് സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് ഒന്നിനൊന്ന് അധപതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നിനൊന്ന് താണുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഭാഗ്യം, ദൈവം കൽപ്പിച്ചാക്കിയ ആ മഹാമത്സ്യം യോനായെ വിഴുങ്ങി. എന്തൊരത്ഭുതം! ആ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ ഓക്സിജൻ ബ്ലാഡർ ഉണ്ടായിരുന്നു, ജീവവായു, പ്രാണവായു അത് നിറച്ചിരിക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ടായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ കരുതലല്ലേ. ആ മഹാമത്സ്യത്തിൻ്റെ ആ ബ്ലാഡറിൽ നിന്ന് അല്പാൽപമായി വരുന്ന പ്രാണവായു, ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് യോന ആ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. യോന കരയാൻ തുടങ്ങി. യോന പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ കർത്താവേ, എനിക്കിപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് ഛേദം വന്നിരിക്കുന്നു, എന്നെ ഛേദിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മാറ്റപ്പെട്ടു പോയിരിക്കുന്നു, ഞാൻ അപകടത്തിലായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ തലയിണ വെച്ചിരിക്കുന്നത് കടൽപ്പുല്ലിന്മേലാണ്, തലപ്പാവ് കടൽപ്പുല്ലിന്മേൽ, അഗാധതയിലുള്ളതായ സസ്യങ്ങളിന്മേൽ ഞാൻ തല വെച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാനിതാ തീരാൻ പോവുകയാണ്, എൻ്റെ ആയുസ് ഇതാ തീരാൻ പോവുകയാണ്. നീ വിളിച്ചവനാണ് ഞാൻ, നീ വേർതിരിച്ചവനാണ് ഞാൻ, നിൻ്റെ വചനം തന്നവനാണ് ഞാൻ. പക്ഷേ ഞാനിതാ ഈ ആയുസിൻ്റെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലേക്ക് പോകേണ്ടി വരുന്നു. അയ്യോ, ഞാൻ നഷ്ടപ്പെട്ടു പോകുന്നു, ഞാൻ പാതാളത്തിലേക്ക് പോവുകയാണ്. അനുസരണക്കേട്ട ഞാൻ ഇന്ന് എൻ്റെ അനുസരണക്കേടിൻ്റെ ഫലം അനുഭവിക്കുകയാണ്. ഞാൻ നാശത്തിലേക്ക് പോകുന്നു, ഞാൻ നിത്യമായ പാതാള യാതനയിലേക്ക് ഞാൻ പോകുന്നു. യോനായ്ക്ക് വചനം അറിയാമല്ലോ, മനസ്സിലായി.
അപകടത്തിലായി കഴിഞ്ഞു, ഇനി രക്ഷയില്ല. യോന നിലവിളിച്ചു. ആ നിലവിളിയാണ് നാം വായിച്ചത്. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് യോന പറഞ്ഞു. ഞാൻ വീണുപോയി, ഞാൻ താണുപോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഇനി എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. കർത്താവേ, എനിക്ക് ഇനി ഒരു ശാന്തി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. എല്ലാം തകർന്നു, എല്ലാം നശിപ്പിച്ചിട്ടാണ് ഞാൻ നേർച്ച നേർന്നവനായിരുന്നു, പക്ഷേ ഞാൻ നേർച്ച കഴിച്ചില്ല. ഏതാണ് നേർച്ച? തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതായിരുന്നു, നേർച്ചയായിരുന്നു. നേർന്നത് ഞാൻ കഴിക്കുമെന്ന് ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞാൽ കർത്താവേ നീ കേൾക്കുമോ? ഞാൻ ഇപ്പോൾ നിന്നോടൊരു വാക്ക് പറയാം, ഞാൻ നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. എനിക്കതിന് ആയുസ് കിട്ടുമെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഉറപ്പുമില്ല. കാരണം ഞാൻ തീരാൻ പോവുകയല്ലേ. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് മരിച്ച് ഞാൻ അനേകം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി തീരാൻ പോവുകയല്ലേ. എനിക്ക് ആശയ്ക്ക് വകയില്ല, തീർച്ചയായിട്ടും ഇല്ല, എനിക്ക് യാതൊരു പ്രത്യാശയുമില്ല. പക്ഷേ എങ്കിലും എൻ്റെ എളിമയിൽ ഞാൻ നിന്നോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് ഈ കടലിൻ്റെ അഗാധതയിൽ അവിടെ മരിച്ച് നിത്യയാതനയിലേക്ക് നരകത്തിലേക്ക് പോകാൻ എനിക്ക് ഇടവരല്ലേ എന്നുള്ള യാതനയുണ്ട്, പ്രാർത്ഥനയുണ്ട് എനിക്ക്. കർത്താവേ, നാഥ, നീ എന്നോട് മനസ്സിലാക്കണമേ. ഒരു വാക്ക് ഞാൻ പറയാം, ഞാൻ ഒരിക്കൽ നേർന്നത് ഞാൻ ഇനിയും കഴിക്കും. ഇതുവരെയും നേർന്ന് ഞാൻ കഴിച്ചില്ല, നേർന്ന് ഇതുവരെയും കഴിക്കാതിരിക്കുകയായിരുന്നു. ഇതുവരെയും ഞാൻ എൻ്റെ തീരുമാനം ലംഘിച്ചു പോയതായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ എടുത്ത സമർപ്പണം ഞാൻ നിവർത്തിക്കും. നേർച്ച എന്ന് പറയുന്ന ഈ 3 വൈദികങ്ങളെ നേർച്ചയൊന്നും അല്ല കേട്ടോ, സ്വയം സമർപ്പണമാണ്. ഞാൻ എൻ്റെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തത് ഞാനത് നിവർത്തിക്കും. ആദ്യത്തെ സമർപ്പണം തെറ്റിപ്പോയി, ഞാനിപ്പോൾ വീണ്ടും സമർപ്പിക്കുകയാണ്. അത്യാപത്തിൻ്റെ നടുവിൽ കിടന്നുകൊണ്ട് ദൈവദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് ഈ 2-ാം അധ്യായം മുഴുവനും. ഒരു ദൈവവൈദ്യൻ്റെ പ്രാർത്ഥന, കണ്ണീരോടെയുള്ള അഭയയാചന, ഏങ്ങലടിച്ചുകൊണ്ടതായ നിലവിളി, പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? കർത്താവേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നുവെങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ആശയോടെ അങ്ങോട്ടാണ് നോക്കുന്നത്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആശയേറ്റ് പോകുന്ന സമയങ്ങളിൽ സഹായത്തിൻ്റെ പർവ്വതത്തിലേക്ക് നോക്കുക. വശം കെട്ടു പോകുന്ന സമയങ്ങളിൽ സഹായത്തിൻ്റെ പർവ്വതത്തിലേക്ക് നോക്കുക. എല്ലാ വഴിയും അടയുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിലേക്ക് നോക്കുക. ആരും തുണയില്ലാതാകുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക. വീട്ടുകാർ, സ്വന്തക്കാർ ശത്രുക്കളാകുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക. ചാർച്ചക്കാർ, സ്നേഹിതർ, മിത്രങ്ങൾ അവർ ശത്രുക്കളാകുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക. കൂടെ ജോലി ചെയ്യുന്നവർ തൊഴുത്തിൽ കുത്തായി നമ്മൾ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക. നമ്മുടെ വഴി മുടക്കാനായിട്ട് പലരും വരുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക. നമ്മെ തകർക്കാനായി നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ, വിശപ്പോടെ അലറുന്ന സിംഹം പോലെ ആഞ്ഞെടുത്ത് വരുമ്പോൾ നാം ക്രിസ്തുവിലേക്ക് നോക്കുക. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം എന്ന് വേദപുസ്തകത്തിലുണ്ട്. ബുഭുക്ഷയോടെ, ബുഭുക്ഷ വിശപ്പ്, വിശന്ന് വരുന്ന സിംഹങ്ങൾ ആക്രമിക്കുന്നത് പോലെ അനേകം ആക്രമിക്കുകയാണ്. കർത്താവേ, എനിക്ക് രക്ഷയില്ല, ഞാൻ അങ്ങോട്ട് നോക്കിയല്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സ്വയം രക്ഷപ്പെടാൻ സാധ്യമല്ല. ഞാൻ താണുകൊണ്ടിരിക്കുന്നു, ഞാൻ നശിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ അല്പം പ്രാണവായുവിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇത്രയെങ്കിലും പറയാനുള്ള, ഇത്രയെങ്കിലും പ്രാർത്ഥിക്കാനുള്ളൊരു ഒരു അല്പം ജീവൻ കിട്ടിയത് ഈ പ്രാണവായുവിൻ്റെ ബലം. ഇതെപ്പോഴാണ് തീരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മത്സ്യത്തെ എനിക്ക് പരിചയമില്ല. ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഞാൻ പെട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ, എൻ്റെ കർത്താവേ, എൻ്റെ ഭാവി എന്ത്? എനിക്കൊരു നിശ്ചയവുമില്ല, ഒരു തീർച്ചയുമില്ല. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴിമുട്ടി പോകുമ്പോൾ, നിങ്ങൾ തളർന്ന് ഉലഞ്ഞു പോകുമ്പോൾ, നിങ്ങൾ വാടിപ്പോകുമ്പോൾ, വാടിത്തളരുമ്പോൾ നോക്കൂ ക്രൂസിലേക്ക്, യേശുവിലേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ അവിടെ ആശ വയ്ക്കൂ. യേശുവിനോട് നിലവിളിച്ച് പറയൂ, കർത്താവേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഇപ്പോൾ എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും നീ എന്നോട് കരുണ കാണിക്കണമേ. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നുവെങ്കിലും നീ എന്നോട് കരുണ കാണിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, നീ എൻ്റെ ഈ എളിയ അനുതാപത്തെയും നിലവിളിയെയും പ്രാർത്ഥനയെയും ശ്രദ്ധിച്ച് എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തരണമേ. ദൈവത്തിന് സ്തോത്രം. എന്നെ ഈ കഷ്ടസ്ഥിതിയിൽ നിന്നും ഉയർത്തണമേ കർത്താവേ. എൻ്റെ ഈ ദുരിതത്തിൽ നിന്നും ഈ യാതനയിൽ നിന്ന് എന്നെ ഒന്ന് ഉയർത്തണമേ കർത്താവേ. എൻ്റെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും സ്വൈരക്കേടുകളും കുടുംബത്തിലെ അലോഹ്യങ്ങളും എല്ലാം മാറ്റി എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവേ. എൻ്റെ മക്കൾ ഒരു സുബോധമില്ലാത്ത പോലെ ജീവിക്കുന്നു. അവർ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നു,
അവർ ഹാൻഡ്സ് പാൻ ബാഗ് മുതലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മയക്കുമരുന്നുകൾക്ക് അടിമകളായിത്തീരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ. ഞാൻ ഒരാൾ മൂലമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് കർത്താവ് ഉത്തരവാദി. എൻ്റെ മക്കളുടെ നാശത്തിന് ഞാനാണ് ഉത്തരവാദി. എൻ്റെ മക്കൾ വഴിതെറ്റി പോകുന്നതിന് ഉത്തരവാദി ഞാനാണ്. യേശുവേ, എൻ്റെ മക്കളോട് നീ മനസ്സിലിയണമേ, എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളം പകരാം. കർത്താവിനോട് പറയാം, നിങ്ങളുടെ അടുത്ത് കർത്താവ് വന്നിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്ക് പറയാം, ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വാത്സല്യത്തോടെ കാണുന്ന, നിങ്ങളെ വാത്സല്യത്തോടെ ക്ഷണിക്കുന്ന ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ വിഷമതകളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട്, കർത്താവേ, നീ ഇപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണമേ. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. സ്തോത്രം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമാകുന്നു. ഞാനിത് വശം കെട്ടുപോയിരിക്കുന്നു. എൻ്റെ വഴി അടഞ്ഞു പോയിരിക്കുന്നു. മുന്നോട്ടൊരാക്കം എനിക്ക് കിട്ടുന്നില്ല. ഒരു മുന്നേറാനുള്ളതായി യാതൊരു കാരണം എനിക്ക് കിട്ടുന്നില്ല. ദൈവമേ, എൻ്റെ ഭാവി തീർന്നു പോയിരിക്കുന്നു. ആശയ്ക്ക് വകയൊന്നുമില്ല. എല്ലാ വാതിലും അടഞ്ഞു പോയിരിക്കുന്നു. എല്ലാം തീർന്നു പോയിരിക്കുന്നു. എൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഒരധ്യായം ഇത് അവസാനിച്ചിരിക്കുന്നു. തീർന്നു. കാര്യം ഞാൻ മുമ്പ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞവനാണ്, പ്രവാചകനാണ്, ദൈവത്തിന് വചനം പറഞ്ഞവനാണ്. പക്ഷേ ഇന്ന് എൻ്റെ കർത്താവേ, ഞാനിന്ന് തള്ളപ്പെട്ടവനാണ്. ദൈവത്തിന് ശുശ്രൂഷ ചെയ്തവനാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവനാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, പ്രാർത്ഥനാ യോഗങ്ങളിൽ പ്രസംഗിച്ചു, ദൈവത്തിൻ്റെ വേല ചെയ്തു, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി യാത്ര ചെയ്തു. ഞാൻ കർത്താവേ, പലതും നിനക്ക് വേണ്ടി ഞാൻ ത്യാഗം സഹിച്ചു. പൈസ മുടക്കി ഞാൻ പലതും ചെയ്തു. സാധുക്കളെ ഞാൻ സഹായിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പാപം കണ്ടെത്തിയിരുന്നില്ല. ഞാൻ എൻ്റെ സ്വയം എന്ത് ഞാൻ കണ്ടെത്തിയിരുന്നില്ല. എൻ്റെ ഈഗോ ഞാൻ കണ്ടെത്തിയില്ല. എനിക്കൊരു ഈഗോ ഉണ്ടായിരുന്നു. എനിക്കൊരു ഞാൻ ഉണ്ടായിരുന്നു. ഒരു ഞാൻ എന്ന ഭാവം ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് വേലക്കാരനാണെന്നുള്ളതായി അഹമ്മതി ഉണ്ടായിരുന്നു. ഞാൻ ദൈവത്തിന് ശുശ്രൂഷക്കാരനാണെന്നുള്ളതായ ഒരു വലിയ അഹംഭാവം എനിക്കുണ്ടായിരുന്നു. കർത്താവേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീസിലേക്ക് പോയത്. ദൈവത്തിന് സ്തോത്രം. യോന പ്രവാചകൻ ദൈവത്തിന് സന്നിധിയിൽ കരഞ്ഞു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് ബോധമുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആവശ്യക്കാരാണെങ്കിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം കാണാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങളെ തൊട്ടുതലോടി ആശ്വസിപ്പിക്കാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഭാഗ്യാനുഭവം തരാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ശോഭനമായ ഭാവി ഇനിയും പുതുക്കി തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവ് വന്നിട്ടുണ്ട്. യഥാസ്ഥാനപ്പെടുവീൻ, നഷ്ടപ്പെട്ടതിലേക്ക് തിരികെ വരുവീൻ. നഷ്ടപ്പെട്ടതിനോർത്ത് വിലപിക്കാതെ, നിരാശപ്പെടാതെ, നീ നിന്റെ പാവത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് വീണ്ടും തിരികെ വരുവീൻ. യേശുവിലേക്ക് തിരികെ വരുവീൻ. നീ അനുഭവിപ്പീൻ, നീ പ്രാർത്ഥിപ്പീൻ, നീ കരയുവീൻ. ദൈവകൃപയ്ക്ക് വേണ്ടി യാചിപ്പീൻ. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് പകരുവാൻ വേണ്ടി ദൈവത്തോട് യാചിച്ചുകൊണ്ടിരിപ്പീൻ. നിന്നെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ നിസ്തുല സ്നേഹത്തിനായി സ്തോത്രം. ദിവ്യ കാരുണ്യത്തിനായി സ്തോത്രം. ഞങ്ങളെ അവിടുത്തെ തൃക്കരം വെച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അപ്പോൾ ഈ തീരുമാനമെടുത്തവരുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഇന്ന് അനേകരുടെ പേര് ജീവന പുസ്തകത്തിൽ എഴുതി ചേർത്തതിനായി സ്തോത്രം. വിശുദ്ധ സ്തുതികൾ അനേകർക്ക് പകർന്നു തന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, നാവ് മുഖത്തുപെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ ടിവിയിൽ.